ഒരു വാഗണാറിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റേക്കാണ് കംപ്ലൈൻറ്റ് സൈലൻസറിനകത്തോടെ കൂളൻ്റ് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഹെഡ് പൊക്കി നോക്കിയപ്പോൾ കണ്ട അവസ്ഥയാണ് ഗ്യാസ്കറ്റ് പൊട്ടിയിരിക്കുകയാണ്. വണ്ടി ഓവർ ഹീറ്റ് ആയിട്ട് നിന്ന് പോയതാണ്. സൈലൻസറിൽ കൂടെ കൂളൻ്റ് വരുന്നതായിരുന്നു കംപ്ലൈൻറ്റ്. ഗ്യാസ്കറ്റ് പൊട്ടി വണ്ടി കുറേ ഓടി ഹെഡിന് ക്രാക്ക് വീണു. ഇപ്പോൾ ഹെഡൊക്കെ മാറേണ്ട അവസ്ഥയിലൊക്കെയാണ്. ഇപ്പോൾ ഹെഡ് സെക്കൻഡ് ഹാൻഡ് നോക്കിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഗ്യാസ്കറ്റ് മാറണം ഹെഡും മാറേണ്ട അവസ്ഥയോട് എന്താ വണ്ടി നിൽക്കണം. അപ്പോൾ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ കൂടുതൽ ഓടിക്കാതിരിക്കുക. കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പണിയൊക്കെ കിട്ടും. നമ്മുടെ ഒരു ഹോണ്ട മൊബിലിയോടെ എഞ്ചിൻ ഇറക്കി വെച്ചേക്കണേ മേജർ സർവീസാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോണ്ടയുടെ വണ്ടികളിലെ ചാവുമായിട്ടുള്ള ഓയിൽ ലീക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഫ്ലൈവീലിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഡമ്മിയും സീലും അത് ലീക്ക്, അതുപോലെ ഗിയർ ബോക്സിനകത്ത് നോയ്സ്, അങ്ങനെ കുറേ കംപ്ലൈൻറ്റുകളുണ്ട്. ടൈമിൽ മാറാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി അയച്ചു വെച്ചൊക്കെയാണ്. മഴ ഇറങ്ങുമ്പോഴത്തേക്കും ടാങ്കിൻ്റെ പുള്ളി ഊരി പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടാങ്കിൻ്റെ പുള്ളി ഊരി വെച്ചിട്ടുണ്ട്. ടാങ്കിൻ്റെ പുള്ളി ഊരാൻ വേണ്ടി ഇപ്പോൾ എഞ്ചിൻ മെയിനായിട്ട് ഇറക്കിയത് തന്നെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ഗിയർ ബോക്സ് വീട്ടിലുണ്ട്. ഗിയർ ബോക്സ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ക്ലച്ച് ചെക്ക് ചെയ്യണം, ഓയിൽ ലീക്ക് ചെക്ക് ചെയ്യണം, അതിന് ഓയിൽ കൂടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓയിൽ കൂടെ സൈഡിൽ ലീക്കുണ്ട്. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. മേജർ സർവീസാണ് ചെയ്യണത്. പക്ഷേ നമ്മൾ ടൈമിംഗ് ചെയിൻറ്റ് മാറുന്നുണ്ട്. ടൈമിംഗ് ചെയിൻറ്റ് മാറുന്നത് മേജർ സർവീസ് ആയതുകൊണ്ടല്ല, ടൈമിംഗ് ചെയിൻ നോയ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ടൈമിംഗ് ചെയിൻ മാറുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാർബൺ ക്ലീനിങ് ചെയ്തൊരു പരിപാടിയുണ്ട് മേജർ സർവീസിന്. അതായത് ഇതാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഈ മാനിഫോൾഡിൻ്റെ പൈപ്പുകൾ, അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡി, EGR അതൊക്കെ അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാറ്റലിറ്റിക് കൺവെർട്ടർ അയച്ച് ക്ലീൻ ചെയ്യുന്നൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും ഇതിനകത്ത് പെട്രോൾ ഡീസൽ ഒഴിച്ച് ക്ലീൻ ചെയ്യരുത്. നമ്മൾ കാറ്റലിറ്റിക് കൺവെർട്ടർ അയച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് സോപ്പ് വെള്ളം യൂസ് ചെയ്ത് മാത്രമേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പെട്രോളിയം പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യരുത്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതെന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ കിറ്റൊക്കെ അഴിച്ചതിന് ശേഷം എന്തൊക്കെ മാറുന്നുണ്ടെന്നുള്ള വീഡിയോ കറക്റ്റ് എടുത്ത് കാട്ടാം. ടൈമിംഗ് ചെയിൻ കിറ്റ് മാറുന്നുണ്ട്, അതുപോലെ കുറേ ഓയിൽ സീൽസ് മാറുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് മാറുന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോയുടെ ഒന്നും കൂടെ എടുത്തു തരാം കേട്ടോ. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പണി കഴിഞ്ഞിട്ട് ഒന്നും ഇടാം. ഓക്കെ.